എൻ്റെ പേര് അനന്തു. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി ഇവരൊക്കെയാണുള്ളത്. അച്ഛൻ രാവിലെ ജോലിക്ക് പോയാൽ പിന്നെ വൈകിട്ടേ വരൂ. ചിലപ്പോൾ രാത്രിയാവും. എൻ്റെ അനിയത്തിയുടെ പേര് അശ്വതി എന്നാണ്. അശ്വതി കാണാൻ നല്ല സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കാമുകനും ബെസ്റ്റിയുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാമുകനുമായി ഉടക്കി പിരിഞ്ഞത് കൊണ്ട് ബെസ്റ്റി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും. സാധാരണ അവൾ എല്ലാ കാര്യങ്ങളും അവളുടെ ബെസ്റ്റിയായ രാജുവിനോട് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. എനിക്ക് രാജുവിനെ അത്ര ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല. അവൻ്റെ പെരുമാറ്റമൊക്കെ ഡീസൻ്റ് ആണെങ്കിലും മുഖഭാവം എന്തോ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ ഒരു കള്ളലക്ഷണം ആ മുഖത്ത് എനിക്ക് തോന്നിയിരുന്നു. മുൻപ് ശത്രുക്കളെ പോലെയായിരുന്നു ഞാനും അശ്വതിയും. പക്ഷേ കുറച്ചു കാലമായി അശ്വതി എന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു. പിന്നെ അവളുടെ ഓരോ കാര്യങ്ങളും എന്നോട് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ? എങ്ങനെ തോന്നാൻ? അവളുടെ മറു ചോദ്യം. ഞാൻ പറഞ്ഞു, അല്ല, സാധാരണയായി ഈ എല്ലാ കാര്യങ്ങളും ആ രാജുവിനോടല്ലേ പറയാറ്. പിന്നെ ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവളുടെ മുഖഭാവം മാറി. പിന്നെ അവളുടെ കണ്ണു നിറഞ്ഞു. ഞാൻ അവളുടെ കവിളത്തെ കണ്ണീര് തുടച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റിയടി, പറ. ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു, അത് ഏട്ടാ, ആ രാജു, അവൻ ഞാൻ വിചാരിച്ചതുപോലെയല്ല. ആണോ? അവൻ നിന്നെ എന്താ ചെയ്തേ? എനിക്ക് ദേഷ്യം വന്നു. അത് ഏട്ടാ, ഞാൻ അവൻ്റെ കൂടെ കൂടാറുണ്ടല്ലോ. പക്ഷേ അവൻ പലരോടും പറഞ്ഞിരിക്കുന്നത് എന്നെ മോശമാക്കിയിട്ടാ. ഹാ എടി, അതെനിക്ക് ആദ്യമേ അറിയായിരുന്നു അവൻ ആള് ശരിയല്ലെന്ന്. പിന്നെ ഞാൻ പറഞ്ഞാൽ നീ ഒന്നും കേൾക്കത്തില്ലല്ലോ. സോറി ഏട്ടാ, അവൾ വിഷമഭാവത്തിൽ പറഞ്ഞു. പിന്നെ ഏട്ടാ, അവനിപ്പോൾ എന്നെപ്പറ്റി ഓരോ കള്ളക്കഥകൾ പറഞ്ഞോണ്ട് നടപ്പാ. അത് കാരണം എനിക്ക് കൂട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതായി. എടി, അതൊന്നും കാര്യമാക്കണ്ട. നീ അതൊക്കെ കള്ളക്കഥകളാണെന്ന് അവരോട് പറയണം. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവരോട് പോകാൻ പറ. അതേട്ടാ, ഞാൻ അവരോട് പറഞ്ഞു. ആണോ? അത്രയും മതി. ഇനി നമ്മൾ അവരെ ബോധ്യപ്പെടുത്താനൊന്നും പോകണ്ട, കേട്ടോ? പിന്നെ ഞാൻ അവളെ തന്നെ ആകെ മൊത്തമായി നോക്കി. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ലടി. പിന്നെ അവനെക്കൊണ്ട് വേറെ വല്ല ബുദ്ധിമുട്ടുമുണ്ടായോ? ഞാൻ സംശയത്തോടെയും ദേഷ്യം കലർന്ന ഭാവത്തോടെയും ചോദിച്ചു. ഏയ് ഇല്ല ഏട്ടാ, അവൻ്റെ ഈ കള്ളക്കഥ പറച്ചിൽ മാത്രമാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. ഇനി എനിക്ക് നിന്നെ ബെസ്റ്റിയായിട്ട് വേണ്ട എന്നും പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. അതേതായാലും നന്നായി, ഞാൻ ആശ്വാസത്തോടെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവളുടെ കോളേജിൽ ആനുവൽ ഡേ ആയിരുന്നു. അവൾ രാവിലെ തന്നെ ഒരുങ്ങി നിന്നു. ഏട്ടാ, എന്നെ ഒന്ന് ബൈക്കിൽ കൊണ്ടുവിടാമോ? അവളുടെ ചോദ്യം. പിന്നെന്താ, കൊണ്ടുവിടാലോ, ഞാൻ ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ട് അമ്മ വായും പൊളിച്ച് നോക്കി. അവളും ഞാനും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കീരിയും പാമ്പും പോലെ നടന്ന പിള്ളേരാ, ഇപ്പോൾ നോക്കിക്കേ എന്ന് അമ്മ താടിക്ക് കൈയും കൊടുത്ത് പിന്നിൽ നിന്നും പറയുന്നത് കേട്ടു. അത് കേട്ട് ഞങ്ങളൊന്ന് ചമ്മ ചിരിച്ചു. അങ്ങനെ ഞാനും അവളും കോളേജിലെത്തി. എന്നാൽ ഞാൻ പോട്ടേടി. പിന്നെ ഏട്ടാ, പരിപാടി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാട്ടോ, എന്നെ വന്ന് പിക്ക് ചെയ്യണേ, അവൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ ഡി, ഞാൻ വരാം. ഡി, പിന്നെ ഒരു കാര്യം. എന്താ ഏട്ടാ? അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. എടി, ആ രാജുവുമായി ഇനിയൊരു കമ്പനിയും വേണ്ട കേട്ടോ. ഏയ് ഇല്ല ഏട്ടാ. ശരി, പോയിക്കോ. അങ്ങനെ അവൾ പോയി. ഞാൻ പിന്നീട് കൂട്ടുകാരുടെ കൂടെ കറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഫുഡൊക്കെ തട്ടി കമ്പ്യൂട്ടറിൽ നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വതി വിളിച്ചത്. ഞാൻ ദേ വരുന്നെന്നും പറഞ്ഞ് ബൈക്കുമെടുത്ത് അവളെ പിക്ക് ചെയ്യാൻ കോളേജിലേക്ക് പോയി. ഏട്ടാ, ഇന്നൊരു സംഭവമുണ്ടായി. എന്താ? ആ രാജു എന്നോട് കുറേ സോറിയൊക്കെ പറഞ്ഞു. അത് കേട്ടതും എനിക്ക് കലിപ്പായി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടാ എന്ന് പറഞ്ഞു. മിടുക്കി. പിന്നെ അവൻ പറയുക, ഞാൻ അന്ന് പറഞ്ഞു പരത്തിയ കള്ളക്കഥകളൊക്കെ വെറും കള്ളമായിരുന്നു എന്ന് എല്ലാവരോടും പറയാമെന്നും പിന്നെ അവന് എന്നോട് ഇഷ്ടമാണെന്നും പറഞ്ഞു. അത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞു, എടി, ഇങ്ങനെയാ പല പെൺപിള്ളേരും ഇവന്മാരുടെ വലയിൽ വീഴുന്നത്. ഇവന്മാരുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നടപ്പിലാക്കിയാൽ പിന്നെ അവർ വീണ്ടും ചതിക്കും. അതുകൊണ്ട് നീ സൂക്ഷിച്ചോട്ടോ. അതേട്ടാ, എനിക്കതറിയാം. അവൻ ഒരു ചതിയനാണ്. ഇനി ഞാൻ
ഏട്ടനും കൂടെ ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ നോക്കൂ. പിന്നെ എനിക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ആളെ ഏട്ടനും നോക്കിയാൽ മതി കേട്ടോ. അവൾ അത് പറഞ്ഞതും ഞാൻ മനസ്സിലോർത്തു എൻ്റെ ആൾ മീനാക്ഷിയെപ്പറ്റി. എന്തായാലും മീനാക്ഷിയെക്കുറിച്ച് ഇവളോട് ഇപ്പോൾ പറയണ്ട. ഇവളെങ്ങാനും മീനാക്ഷിയോട് പോയി സംസാരിച്ചാൽ പിന്നെ ആകെ ചളമാകും. അശ്വതിയുടെ സംസാര രീതി അങ്ങനെയാണ്. ചിലർക്ക് ഇഷ്ടാവണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്താ ഏട്ടാ ചിന്തിക്കുന്നേ? ഏയ് ഒന്നുമില്ലടി, നീ കയറ്. അങ്ങനെ അവളുമായി വീട്ടിലെത്തിയപ്പോഴാണ് മീനാക്ഷിയുടെ കോൾ വന്നത്. അശ്വതി കൂടെയുള്ളത് കൊണ്ട് ഞാൻ കോൾ എടുത്തില്ല. അവൾ വീടിനകത്തേക്ക് കയറിപ്പോയപ്പോൾ ഞാൻ മീനാക്ഷിയെ തിരിച്ചു വിളിച്ചു. എന്താടി മീനൂട്ടി? ഒന്നുമില്ലടാ, വെറുതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോൾ വിളിച്ചതാ. അത് കേട്ടതും എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. എന്താടി, ഒറ്റയ്ക്കാണോ? വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? ഞാൻ വരട്ടെ? അയ്യടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അവൻ്റെ ഒരു പൂതി. അത് കേട്ട് ഞാൻ ചമ്മി. പിന്നെന്താ മീനൂട്ടി? എടാ, ഞാനിവിടെ പാർക്കിലുണ്ട്. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതാ. നീ വരുന്നുണ്ടോ? ആ, ഞാൻ ദേ വരാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ. അങ്ങനെ ഞാൻ വേഗം ബൈക്കിൽ പാർക്കിലേക്ക് വിട്ടു. ഞാൻ ചുറ്റും നോക്കി. അപ്പോൾ അവൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ചുരിദാറും ഇട്ടുകൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു. അവൾ എന്നെ കണ്ടിരുന്നില്ല. ഇച്ചിരി ദൂരെ നിന്നും ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾക്ക് സൗന്ദര്യം 10 മടങ്ങ് കൂടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ബൈക്ക് ഒരിടത്ത് നിർത്തി വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവൾ എന്നെ കണ്ടു. വന്നോ, വാ വാ, ഇവിടെ ഇരിക്ക്, ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കൈ പിടിച്ചിരുത്തി. ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എടി, പിന്നെ ഒരു കാര്യമുണ്ട്. നിൻ്റെ കാര്യം അശ്വതിയോട് പറഞ്ഞാലോ എന്ന് ചിന്തിക്കുവാനാ. അയ്യോടാ, നീ എന്ത് മണ്ടത്തരമായി പറയുന്നേ? അവൾ എന്തെങ്കിലും പണി വെക്കും കേട്ടോ, മീനാക്ഷി പേടിയോടെ പറഞ്ഞു. ഏയ് അതൊന്നുമില്ലടി. ഇപ്പോൾ അവൾ മുൻപത്തേത് പോലെയൊന്നുമല്ല. ആളാകെ മാറി. ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? ഇത്രയും നാൾ നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ? ഹാ, അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പം ഇങ്ങനെയൊക്കെ ആയി. എന്തൊക്കെയായാലും ഞങ്ങൾ ഏട്ടനും അനിയത്തിയുമല്ലടി. ശരി ശരി. അവസാനം ഈ ഞാൻ പുറത്താകുമോ ആവോ? ഷോ, എൻ്റെ ചക്കരമുത്തിനെ ഞാൻ അങ്ങനെ പുറത്താക്കുമോ? നീയല്ലേ എൻ്റെ എല്ലാം. അതും പറഞ്ഞ് ഞാൻ മീനാക്ഷിയെ ചേർത്ത് പിടിച്ചു. ഓ മതി മതി, ഇരുന്ന് പഞ്ചാര അടിക്കാതെ ഐസ്ക്രീം വാങ്ങിത്താ, അവൾ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്നുകൊണ്ട് പറഞ്ഞു. അവൾ കാശെടുത്ത് എനിക്ക് നീട്ടി. എടി, എന്നെ അങ്ങനെ കൊച്ചാക്കാതെടി. എൻ്റെ കയ്യിൽ കാശുണ്ട്. ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ഉവ്വ, കാശുള്ള ആളായിട്ടാണോ അന്ന് എൻ്റെ കയ്യിൽ നിന്നും പണയം വെക്കാൻ എൻ്റെ മോതിരം വാങ്ങിച്ചുകൊണ്ട് പോയത്? അവൾ ഒരു ചിരിയാൽ അങ്ങനെ പറഞ്ഞതും എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ അത് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ബൈക്ക് ചെറുതായി ഒരു കാറിനിടിച്ചു. അപ്പോൾ വന്ന ചിലവിന് വേഗം കടം ചോദിച്ചത് മീനാക്ഷിയോടായിരുന്നു. ഈ കാര്യം വീട്ടിൽ പറഞ്ഞ അമ്മയും അച്ഛനും എന്നെ എടുത്തിട്ട് പൊരിക്കും. പിന്നെ ബൈക്ക് അവർ വിൽക്കും. അതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. എന്തായാലും മീനാക്ഷിയുടെ കടം വീട്ടണം, ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്താടാ, എന്താ ഒരു ആലോചന? മീനാക്ഷിയുടെ ചോദ്യം. ഏയ് ഒന്നുമില്ലടി. എടാ സോറി കേട്ടോ, ഞാനത് ചുമ്മാ പറഞ്ഞതാട്ടോ, അവൾ പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ലടി, ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരാം. അതും പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. പെട്ടെന്നാണ് എനിക്കൊരു കോൾ വന്നത്. എൻ്റെ കൂട്ടുകാരനായിരുന്നു. ഹാ, എന്താടാ? അളിയ എവിടെയാ? ഞാനോ? ഞാനിപ്പോൾ ആശുപത്രിയിലാടാ. അമ്മയെ കാണിക്കാൻ വന്നതാ. ഞാൻ കള്ളം തട്ടിവിട്ടു. പാർക്കിലാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവൻ അങ്ങോട്ട് കെട്ടിയെടുക്കും. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. ഹാ, ഓക്കേടാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതായിരുന്നു. ഹാ, എന്താടാ പറ. എടാ, അത് നാളത്തെ സിനിമയ്ക്ക് പോകാൻ എനിക്കും രേഷ്മയ്ക്കും കൂടി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ അവൾ പറയുക അവൾക്ക് അപ്പൻ്റെ കൂടെ എങ്ങോട്ടോ പോകാനുണ്ട്, അതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന്. പിന്നെ ഞാനും പോകുന്നില്ലെന്ന് വെച്ചു. അപ്പോൾ നിനക്ക് വേണോ ഈ ടിക്കറ്റ് എന്ന് ചോദിക്കാൻ വിളിച്ചതായിരുന്നു. ഞാൻ ആദ്യം വേണ്ട എന്ന് പറയാനിരുന്നതായിരുന്നു. പിന്നെ വിചാരിച്ചു നാളെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ മീനാക്ഷിയും കൂട്ടി സിനിമയ്ക്ക് പോകാമെന്ന്. ഞാൻ പറഞ്ഞു, എടാ ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് അയച്ചേക്ക്, ഞാൻ നാളെ മീനാക്ഷിയും കൂട്ടി പോയിക്കോളാം. ആണോ? എന്ന് ഓക്കെ അളിയ, ഞാൻ അയച്ചേക്കാം. ഓക്കെ ഓക്കെ. ഞാൻ ഐസ്ക്രീം കൊണ്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞു, ഡി, നമുക്ക് നാളെ സിനിമയ്ക്ക് പോയാലോ? ഏത് സിനിമയാ?
ഞാൻ പേര് പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് നല്ല സന്തോഷം തോന്നി. "അപ്പോൾ നമുക്ക് നാളെ പോകാമെടാ," അവൾ ഒരു ചിരിയോടെ പറഞ്ഞു.